നമ്മളിപ്പോൾ ഉള്ളത് തിരുവണ്ണാമല സ്റ്റാൻഡിലാട്ടോ. ബസ് സ്റ്റാൻഡിലാണ്. നല്ല സ്റ്റാൻഡ്, അടിപൊളി സ്റ്റാൻഡൊക്കെയാണ് ഇവിടെ. കണ്ടില്ലേ, സ്റ്റാൻഡിൻ്റെ അപ്പുറത്തൊരു വലിയൊരു മലയൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് അത്ര മെയിൻ കാണാൻ ഒരു അടിപൊളി ലുക്ക് കേട്ടോ. അത്യാവശ്യം വലിയൊരു മലയാണ്. നല്ല തിരക്കാട്ടോ അവിടെയൊക്കെ. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു വലിയൊരു അമ്പലം ഉണ്ട് കേട്ടോ. അതായത് വലിയൊരു നല്ല ഹൈറ്റ് കൂടിയൊരു അമ്പലമാണ്. ഇവിടുന്ന് കുറച്ചങ്ങോട്ടേ ഉള്ളൂ കാണാൻ. നമ്മൾ സ്റ്റാൻഡിൻ്റെ ഇതിനങ്ങനെ നടക്കുക കേട്ടോ. കണ്ടില്ലേ, സൈഡിൽ ഓരോ ചെരുപ്പിൻ്റെ കടകൾ ഇതൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലം കേട്ടോ. കണ്ടോ, ഇവിടെ എല്ലായിടത്തും സ്പെഷ്യലായിട്ട് കാണാനുള്ളത് അച്ചാറുകളാട്ടോ. കണ്ടില്ലേ, ഓരോ വെറൈറ്റി അച്ചാറുകളാണ്. ഇതൊക്കെ എന്തൊക്കെ ഉണ്ട് വെറൈറ്റി അച്ചാറുകൾ. മെയിൻ എല്ലായിടത്തും അച്ചാറുകളാട്ടോ. അമ്പലം കാണാണ്ട് അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് അവിടെ നിന്ന് കുറച്ചുകൂടി നടന്നു കേട്ടോ. കുറച്ച് തിരക്ക് കുറവുള്ള ഏരിയയാണ്. ഉണ്ടോ, എല്ലായിടത്തും ഇതുപോലെ ഈ ഉന്തുവണ്ടിയിലൊക്കെ അങ്ങനെ കച്ചവടങ്ങളൊക്കെ ഉള്ള ഏരിയ കേട്ടോ. ഇത് എന്താ സാധനടാ, ഓരോ ടൈപ്പ് സാധനങ്ങളോട് വിൽക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ. സ്ട്രോബെറി, അത്യാവശ്യം വലിയ മല കേട്ടോ അവിടെ. കണ്ടോ, അത് സ്റ്റാൻഡ് അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ വലിയ മല. പക്ഷേ ഈ സൈഡിൽ കൂടെ കണ്ട് പോകേണ്ടത് മൊത്തത്തിൽ കൈ നോക്കണ സ്ഥലം കേട്ടോ. ഇവിടെ എന്തോ സംഭവം ഉണ്ട്. ഇവിടെ നല്ല തിരക്കുള്ള ഏരിയയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നടന്നു വന്നപ്പോൾ കണ്ടില്ലേ, ഒരു വലിയൊരു ടെമ്പിൾ ഉണ്ട്. കണ്ടില്ലേ, നല്ല ഹൈറ്റിലുള്ള ടെമ്പിൾ കേട്ടോ. ഇതൊക്കെ നല്ല തിരക്കുള്ള ഏരിയ കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടുതലുള്ള വഴി കൂടെ നടക്കണം കേട്ടോ. അമ്പലം ഏകദേശം അവിടുത്തെ കഴിഞ്ഞു. അപ്പോൾ ഇത് ഈ വഴി കുറച്ച് സൈലൻ്റ് ഏരിയ കേട്ടോ. അധികം തിരക്കൊന്നുമില്ല ഇവിടെ. സൈഡിലാട്ടോ നമ്മൾ കണ്ടില്ലേ.
ഇവിടെ ഒരുപാട് ലോഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ റൂംസും ഇവിടെ അവൈലബിൾ ആവുന്ന സ്ഥലമാണ്. നല്ല തിരക്കുള്ള ഏരിയ ആണ് ഇവിടെ. ഇവിടെ ചെറിയൊരു കടയാണ് കേട്ടോ. ഞങ്ങളിവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ പോവുക. ഇപ്പോൾ നമ്മൾ കണ്ട രണ്ട് ക്ഷേത്രമല്ലേ, അതിൻ്റെ വേറൊരു ഗോപുരമായിട്ട് ഈ സൈഡിൽ. നമ്മൾ അവിടെയും കണ്ടു, സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് കണ്ടു, സൈഡിലും കണ്ടു. ഉണ്ടാവും ഒന്നും ആ ഭാഗത്തും ഇന്നും ഈ ഭാഗത്തും. അടിപൊളി നല്ല വലിപ്പമുള്ള ക്ഷേത്രം കേട്ടോ. മതിലൊക്കെ നല്ല വെറൈറ്റി കേട്ടോ. നമ്മൾ ജന്മ പോയത് പക്ഷേ ഇതുവഴി വരുമ്പോഴാണ് ഒരു മാല ഉണ്ട് കേട്ടോ. ചെറിയ ക്ഷേത്രം. ഈ അരുണാചൽ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒരു വഴി ഉണ്ടോ. പോണ ഏരിയ കണ്ടില്ലേ, ചെറിയൊരു വഴി കേട്ടോ. ചെറിയ വീടുകളും ഇതൊക്കെയുള്ള ഉണ്ടോ. ഞങ്ങളിതാ ഇവിടെ നിന്ന് പോവാട്ടോ. ഇതാ വഴിയൊക്കെ ഒരു വെറൈറ്റി വഴികളാണ് കണ്ടില്ലേ. സൈഡിലൊക്കെ വീടുകളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഏരിയ കണ്ടില്ലേ, കോളനി പോലത്തെ ഏരിയ കേട്ടോ. ഭയങ്കര കയറ്റാട്ടോ ഇവിടെ നിന്നുണ്ട്. കുത്തനുള്ളൊരു കയറ്റം. കയറുമ്പോൾ തന്നെ ഇവിടെ എന്തൊക്കെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. ഇതെന്തോ ഒരു ഹനുമാൻ്റെ തോന്നുന്നുണ്ട്. ക്ഷേത്രങ്ങൾ ഭദ്രകാളിയുടെ. ഇതൊക്കെ നമ്മൾ മല സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കുറച്ചൊക്കെ പടികളൊക്കെയാണ് അവിടെ നിന്നുണ്ട്. ക്ഷേത്രത്തിൽ കുറച്ച് കയറാനിട്ടുണ്ട്. പടികളൊക്കെ ഉണ്ട് ഇവിടെ. സൈഡിൽ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ വീടുകളൊക്കെ വെറൈറ്റി ഏരിയ ആണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് കയറിയിട്ടാ. ഇവിടെ എന്താ സംഭവമുണ്ട്. ഇവിടെ ഒരു കുട്ടി എന്തൊക്കെ ചെയ്യണ്ട. ഇവിടെ വെള്ളമാവുന്നുണ്ട്. ഇത് വർജാന യോഗ കേട്ടത്. നല്ല കൂളിങ്ങുള്ള ഏരിയ കേട്ടോ അവിടെ കണ്ടോ. ചെരുപ്പിടാൻ പറ്റില്ലല്ലേ. കുറച്ചങ്ങോട്ട് കയറി
ഉള്ളിൽ കണ്ടില്ലേ? ആ ഇതെന്താ ഇവിടെ? വീടാലോ, വീടാണോ? ആ ആൽമരം കണ്ടില്ലേ? വള്ളിയൊക്കെ താങ്ങെടുക്കണം. അപ്പം നമ്മൾ ടോപ്പിലേക്ക് എത്തിയിട്ട് ഇതാണ് അമ്പലം. കണ്ടോ? ഇതാണ് സംഭവം അല്ലേ? ഇവിടെ കുളമാണോ? കയ്യൊന്നും കഴുകണം, വൈകും കാലമൊക്കെ കഴുകണം. ചെരുപ്പ് ഇടേണ്ട ആവശ്യമില്ല. അടിപൊളിയാട്ടോ. കിണറൊക്കെ ഇട്ട് തീർത്തും നന്നാട്ടോ അതിന് മേലൊന്നും. അപ്പോൾ ആ വെള്ളം ഇതിലേക്കാണ് വരിക കേട്ടോ. അപ്പുറത്തൊരു ചെറിയ കിണറുണ്ട്, കണ്ടില്ലേ? എങ്ങനെ സെറ്റ് ചെയ്തല്ലേ ഈ സാധനം അതിൻ്റെ ഉള്ളിൽ അല്ലേ? സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ പൈപ്പ് വെച്ചിട്ടല്ലേ? അങ്ങനെ നായ്ക്കളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ മേലെ. നല്ല എയിമുണ്ട് കാണാൻ. ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് കണ്ടില്ലേ വേറൊരു വഴിയുണ്ട് കേട്ടോ. ഈ മേലേക്ക് കയറാനുള്ള തന്നെ ഇത് ഇറങ്ങാനുള്ള വഴിയാ. അപ്പം അങ്ങോട്ടേക്ക് വഴിയില്ല സംഭവം. അത് ഇത്തിരി ഡേഞ്ചർ ഏരിയ. ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. ഇത് ഫുള്ള് ചന്ദനത്തിൻ്റെ മരങ്ങളാട്ടോ, കണ്ടില്ലേ? അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പാലമരം. ഇത് പാലല്ല, ഇത് വേറെ എന്തോ സാധനം. പാലമരം എങ്ങനെയല്ല. അപ്പോൾ ഞങ്ങൾ കയറിയപ്പോൾ കണ്ടില്ലേ ഇതിൽ വഴിയൊന്നുമില്ല. പക്ഷെ ഇവിടെ കുറേ തകർന്ന് കിടക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. കുറേ കണ്ടോ? ഫുൾ തകർന്ന് കിടക്കണ്ട അവശിഷ്ടങ്ങളുണ്ട് ഇവിടെയൊക്കെ. കറക്റ്റായിട്ടൊന്നും കാണാൻ പറ്റില്ല തന്നെ. ഈ ഗ്യാപ്പിൽ നിന്ന് അരുണാചൽ ക്ഷേത്രം കാണാതെ കുറച്ച് ഇവിടെ ഫുള്ള് മരങ്ങളായതുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ അങ്ങോട്ടും അവിടെയൊക്കെ ഡേഞ്ചറാണ്. അവിടെ കുറേ എന്താ നശിച്ച് കിടക്കുന്നുണ്ട് ഇവിടെ, കണ്ടില്ലേ? അത് വഴി വന്നപ്പോൾ കാണാൻ പറ്റില്ല കേട്ടോ. അപ്പം ഇതേ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, കണ്ടില്ലേ? ചെറിയൊരു അമ്പലം ഉണ്ട് ഇവിടെ, കണ്ടോ? സൈഡിൽ കൂടെ കൊണ്ട്, കണ്ടില്ലേ? ക്ഷേത്രം കൂടെ കുറേ അവിടെ അമ്പലമൊക്കെ ഉണ്ട്. ഒമ്പോ ക്ഷേത്രത്തിൻ്റെ വ്യൂ പോയിന്റ് കേട്ടോ. കണ്ടില്ലേ എത്ര ഗോപുരം ഉണ്ട് ഇത് കാണാൻ? 4 ഗോപുരം ഉണ്ട്. 4 1 2 3 4 കുറെ ഉണ്ട് ഗോപുരങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. എൻട്രൻസിലാണെന്ന് നല്ല ഹൈറ്റ് കൂടിയത്. ഇവിടെ നിന്ന് കണ്ടില്ലേ ഫുള്ള് ഇവിടെ എല്ലാ കാഴ്ചകളും കാണാം. ഇവിടെ എൻട്രൻസിൽ അമ്പലം കണ്ടില്ല എൻ്റെ ഉള്ളിൽ. ഇവിടെ ഒന്ന് ഇറങ്ങിപ്പോകും. പിന്നെ ഇറങ്ങാനുള്ള വഴിയൊക്കെ ഉണ്ട് കേട്ടോ.
അടിപൊളി ലുക്കട്ട കാണാം. ഇതിൽ ഫസ്റ്റ് കാണുന്ന ഗോപുരം തന്നെ ഹൈറ്റ് കൂടുതൽ കേട്ടോ. പിന്നെ സൈഡിലെ ഗോപുരങ്ങളൊക്കെ കുറച്ച് ചെറുതാണ്. നല്ല അടിപൊളി ലുക്കാണ് കാണാൻ. ഇതിൻ്റെ മേലെ നിന്ന് അധികം കയറാൻ പറ്റില്ല, ഉണ്ടല്ല, ഇവിടെ ഒന്നുമില്ല. പിന്നെ ഈ അമ്പലത്തിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇതിപ്പോൾ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മൾ ആ ബസ് സ്റ്റാൻഡ് അവിടെ കണ്ടില്ല, ആ മലയുടെ ഒരു വേറെ പോർഷനാണ് ഈ ഭാഗത്തുള്ളത്. ഇവിടെയാണ് അമ്പലം. അപ്പോൾ നമ്മൾ ഇതേനോട് കയറാൻ പറ്റില്ല, കണ്ടില്ല, അവിടെ കയറാൻ പറ്റില്ല. കുറേ കുരങ്ങന്മാരൊക്കെ കണ്ടിട്ടാ കാട്ടില്. നമ്മൾ ഏകദേശം കാഴ്ച കണ്ടിട്ട് വീണ്ടും ഇറങ്ങാം കേട്ടോ. നല്ല അടിപൊളി ഏരിയ കേട്ടോ ഇവിടെ കണ്ടില്ലേ. ഇപ്പോൾ കഴിച്ച് നമ്മൾ മല കയറി ഒന്ന് ഇറങ്ങുമ്പോൾ കണ്ട കാഴ്ചകൾ കേട്ടോ. കാട്ടുമതിലുകൾ നിറച്ചിവിടെ കണ്ടോ. ഓ, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അവിടെ. സൗണ്ടൊക്കെ ഉണ്ടായിട്ട് വരുന്നേ. ഓടി പോകുന്നുണ്ടോ? ഇതൊന്നും ഇടിച്ച് അയ്യോ, ഇത് ചെറിയ സാധനങ്ങളാ. ഇതിനൊക്കെ ഇതൊക്കെ കണ്ടില്ലേ, വലുത് വന്നു കഴിഞ്ഞാൽ ഇടിച്ച് മറച്ചിടും. ഈ ഏരിയയിൽ കംപ്ലീറ്റ് ഇതാട്ടോ. ഫുള്ള് കാട്ടുപന്നികളെ അതിൻ്റെ ഉള്ളില്. നമ്മൾ മേലെ കണ്ട വ്യൂ പോയിന്റ് അടിഭാഗം കേട്ടോ അമ്പലത്തിൻ്റെ. ഫുള്ള് കരിങ്കല്ല കേട്ടോ. ഇത് ഫുള്ള് കരിങ്കല്ലല്ലേ, മധുരടക്കം കരിങ്കല്ല. അവിടെ എന്താ പ്രസാദം എന്താ കൊടുക്കണ്ടല്ലോ. ഫുള്ള് വിദേശികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കണ്ടോ.